സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് നിക്ഷേപകർ. കോൺഗ്രസ് ഭരിക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് മുന്നിലാണ് നിക്ഷേപകർ പ്രതിഷേധം നടത്തിയത്. അതേസമയം പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കോൺഗ്രസുകാർ കയ്യേറ്റം ചെയ്തു. മുൻ KPCC ജനറൽ സെക്രട്ടറിയായിരുന്ന MP ജാക്സൺ ITU ബാങ്കിന്റെ ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്നത് 36 വർഷത്തോളമാണ്. ഈ കാലയളവിലാണ് ബാങ്കിൽ കോടികളുടെ തിരിമറി നടന്നത്. മൂല്യമില്ലാത്ത ഈടുകൾ വാങ്ങി തോന്നും പോലെ പലർക്കും വൻ തുക വായ്പയായി നൽകി. വായ്പകൾ കൈപ്പറ്റിയ MP ജാക്സന്റെ സ്വന്തക്കാരും കോൺഗ്രസ് പ്രവർത്തകരും തുക തിരിച്ചടയ്ക്കാതെ വന്നതോടെ ബാങ്കിൽ കോടികളുടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു. തുടർന്നാണ് ബാങ്കിൽ RBI കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതോടെ ലക്ഷങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് ഈ തുക പിൻവലിക്കാൻ കഴിയാതെ വന്നു. ഇതിന് പിന്നാലെ ഇരിഞ്ഞാലക്കുടയിൽ നിക്ഷേപകർ ഒന്നിച്ച് ശക്തമായ പ്രതിഷേധമാണ് മുൻപുണ്ടായിരുന്ന കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ ഉയർത്തിയത്. ഇന്ന് ഇരിഞ്ഞാലക്കുട നഗരസഭയ്ക്ക് മുന്നിൽ നിക്ഷേപകർ സമാധാനപരമായി സമരം സംഘടിപ്പിച്ചിരുന്നു. നഗരസഭയിൽ നിവേദനം നൽകാൻ 100ഓളം നിക്ഷേപകർ അടങ്ങുന്ന സംഘം എത്തിയപ്പോൾ പോലീസ് ഇവരെ തടഞ്ഞു. പിന്നീട് ചർച്ചകൾക്കൊടുവിൽ നിവേദനം നൽകി നിക്ഷേപകർ തിരികെ മടങ്ങുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നിക്ഷേപകരെ കൂകി വിളിച്ചു. ഇത് പകർത്തിയ ഇരിഞ്ഞാലക്കുടയിലെ മാധ്യമപ്രവർത്തകരെയാണ് കോൺഗ്രസ് പ്രവർത്തകരും ഗുണ്ടകളും ചേർന്ന് കയ്യേറ്റം ചെയ്തത്. ഓണക്കാലമായതോടെ MP ജാക്സണെതിരെ വൻ പ്രതിഷേധം കാഴ്ചവെക്കാനാണ് നിക്ഷേപകരുടെ കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.